നമസ്കാരം. 7 മാസത്തിനിടെ 25 യുവാക്കളെ വിവാഹം കഴിച്ച അനുരാധ എന്ന വിവാഹ തട്ടിപ്പുകാരിയുടെ കഥ 2 ആഴ്ച മുമ്പാണ് പുറത്തു വന്നത്. രാജ്യത്തെ തന്നെ നടക്കുന്ന വിവാഹ തട്ടിപ്പുകാരിയായി മാറുകയായിരുന്നു അനുരാധ പാസ്വാൻ എന്ന 23-കാരി. ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വിവാഹ തട്ടിപ്പ് സംഘത്തിൽപ്പെട്ട യുവതിയെ രാജസ്ഥാനിലെ സവായ് മധോപൂർ പോലീസായിരുന്നു പിടികൂടിയത്. പുരുഷന്മാരെ വിവാഹം കഴിച്ച ശേഷം ഏതാനും ദിവസം ഒപ്പം താമസിച്ച് പണവും സ്വർണവും തട്ടിയെടുത്ത് മുങ്ങുന്നതായിരുന്നു ഇവരുടെ രീതി. ഇപ്പോൾ ഈ വിവാഹ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് പോലീസ്. എന്നാൽ ഭർത്താവിന്റെ കൂടി പങ്കാളിത്തത്തോടെയാണ് ഈ വിവാഹ തട്ടിപ്പ് നടന്നതെന്നതാണ് ഈ കഥയിലെ ട്വിസ്റ്റ്. ലൂട്ടേരി ദുൽഹാൻ എന്ന പേരിൽ സഹോദരൻ എന്ന് പരിചയപ്പെടുത്തിയ യുവാവ് യുവതിയുടെ ഭർത്താവായിരുന്നു. 22 വയസ്സുള്ള വിശാൽ കുമാറാണ് യുവതിയുടെ ഭർത്താവ്. ഇയാളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒരു മകനും മകളുമുണ്ട്. ആധാർ കാർഡ് തിരുത്തി പുതിയൊരു ഐഡന്റിറ്റിയും സ്വന്തം പേരിലാക്കിയായിരുന്നു യുവതിയുടെ തട്ടിപ്പ്. ആധാർ കാർഡിലെ വിവരങ്ങളെല്ലാം കൃത്രിമമായി നൽകിയായിരുന്നു പേരുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. 7 മാസത്തിനിടെ 25ഓളം യുവാക്കളെ വിവാഹം കഴിച്ച യുവതി ഇവരുടെ സ്വർണവും പണവും ഉൾപ്പെടെ കവർന്നതായി പോലീസ് പറഞ്ഞു. തട്ടിപ്പിനിരയായ സവായ് മധോപൂർ സ്വദേശിയായ യുവാവിന്റെ പരാതിയിലായിരുന്നു ഇവർ പിടിയിലായത്. സവായ് മധോപൂർ സ്വദേശിയായ വിഷ്ണു ശർമ്മ എന്നയാളാണ് അനുരാധയ്ക്കെതിരെ മെയ് 3-ാം തീയതി പോലീസിൽ പരാതി നൽകുന്നത്. സുനിത, പപ്പു മീണ എന്നീ ദല്ലാളുമാർ വഴിയാണ് വിഷ്ണു ശർമ്മ അനുരാധയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചത്. ദല്ലാളുമാർക്ക് യുവാവ് 2 ലക്ഷം രൂപയും നൽകി. ഏപ്രിൽ 20-നായിരുന്നു അനുരാധയുമായിട്ടുള്ള വിവാഹം. എന്നാൽ മെയ് 2-ാം തീയതി വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും ഉൾപ്പെടെ കൈക്കലാക്കി ഭാര്യ മുങ്ങിയെന്നായിരുന്നു വിഷ്ണു ശർമ്മയുടെ പരാതി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഭോപ്പാലിൽ നിന്ന് യുവതിയെ അറസ്റ്റ് ചെയ്തത്. അന്വേഷണത്തിൽ ഇവർ സ്ഥിരം വിവാഹ തട്ടിപ്പുകാരിയാണെന്നും തെളിഞ്ഞു. ഭോപ്പാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വൻ വിവാഹ തട്ടിപ്പ് റാക്കറ്റിലെ കണ്ണിയാണ് അനുരാധയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നേരത്തെ ഉത്തർപ്രദേശിലെ ആശുപത്രി ജീവനക്കാരിയായിരുന്നു അനുരാധ. പിന്നീട് ഭോപ്പാലിലേക്ക് താമസം മാറ്റുകയായിരുന്നു. വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്ക് വാട്സപ്പ് വഴി അനുരാധയുടെ ചിത്രം അയച്ചു കൊടുക്കുന്നതായിരുന്നു തട്ടിപ്പിന്റെ ആദ്യഘട്ടം. വിവാഹ ദല്ലാളുമാരെന്ന് പരിചയപ്പെടുത്തിയാണ് തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ടവർ യുവതിയുടെ ഫോട്ടോ അയച്ചു നൽകുക. തുടർന്ന് വിവാഹം ഉറപ്പിച്ചാൽ 2 മുതൽ 5 ലക്ഷം രൂപ വരെ ഇവർ ഈടാക്കും. വിവാഹം കഴിഞ്ഞാൽ അനുരാധ വരനൊപ്പം ഏതാനും ദിവസം താമസിക്കും. പിന്നീട് വരന്റെ സ്വർണവും പണവും വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളും എല്ലാം കൈക്കലാക്കി മുങ്ങുന്നതായിരുന്നു ഇവരുടെ രീതി. വിഷ്ണു ശർമ്മയുടെ പണവും സ്വർണവും കൈക്കലാക്കി മുങ്ങിയ യുവതി ഇതിനു പിന്നാലെ ഭോപ്പാലിലെ ഗബ്ബാർ മേഖലയിൽ നിന്ന് മറ്റൊരു യുവാവിനെ വിവാഹം കഴിച്ചിരുന്നു. ഈ സമയത്താണ് പോലീസ് സംഘം വേഷം മാറി യുവതിയെയും തട്ടിപ്പ് സംഘത്തെയും ബന്ധപ്പെടുന്നത്. അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട പോലീസുകാരൻ വേഷം മാറി വിവാഹം ആലോചിക്കുന്ന യുവാവ് എന്ന വ്യാജേന വിവാഹ ദല്ലാളുമാരെ ബന്ധപ്പെട്ടു. ഇവർ മുഖേന അന്വേഷണ സംഘം യുവതിയെ കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു. തട്ടിപ്പ് സംഘത്തിൽ ഉൾപ്പെട്ട രോഷ്നി, രഘുബീർ, ഗോലു, മജ്ബൂത് സിംഗ് യാദവ്, അർജാൻ തുടങ്ങിയവരെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്.